നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിഷു ബെമ്പർ ആ ഭാഗ്യശാലിയുടെ കൂടെ ഇപ്പോൾ നമ്മുടെ സൂര്യഗായത്രി ഉണ്ട്. വിനോദ്, ആനയടി സ്വദേശി വിനോദാണ് നമ്മോടൊപ്പം ഉള്ളത്. സൂര്യ, വിനോദ് എന്ത് പറയുന്നു? അനുപസ്ഥിത കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ലോട്ടറി അടിക്കുന്ന ഭാഗ്യശാലികൾ മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പുറത്തു പറയാനോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആ ഭാഗ്യശാലി എടുത്ത ലോട്ടറി വിറ്റ കടയിൽ നിന്നപ്പോഴാണ് ആർക്കാണ് ലോട്ടറി അടിച്ചത് എന്നുള്ള വിവരം അറിയുന്നത്. ആനയടി സ്വദേശി വിനോദിനാണ് അടിച്ചത് എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിനോദിന്റെ അച്ഛനാണ് ഇതാണ് ആ ഭാഗ്യ ലോട്ടറി എന്നുള്ളതാണ്. ആ നമ്പറാണ് ഈ കാണുന്നത്. ഈ ലോട്ടറിക്കാണ് ഈ 1 നമ്പർ അടിച്ചിരിക്കുന്നത്. വിനോദല്ല, വിനോദിന്റെ അച്ഛൻ എടുത്ത ലോട്ടറിയാണ് അല്ലേ? തട്ടേന്ന് എനിക്ക് ലോട്ടറി വിൽക്കാൻ എടുക്കാൻ പോയപ്പം അവിടുത്തെ തട്ടേന്ന് എടുത്തതാ. മക്കളും ലോട്ടറി വിൽക്കുന്നതാണ്. ഞാൻ ടിക്കറ്റ് വിൽക്കുക. അച്ഛന്റെ പേര് പൊന്നൻ. പൊന്നൻ. ഇതിനു മുമ്പ് അടിച്ചിട്ടുണ്ട്? ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാ? എപ്പോഴാ അറിഞ്ഞേ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമേ അറിഞ്ഞു. അറിഞ്ഞപ്പോ എന്താ തോന്നി? വിറയ്ക്കുവാണോ? സന്തോഷമായോ? ഞങ്ങൾ ഈ വിനോദിനാണ് ലോട്ടറി അടിച്ചതെന്നാ ഞങ്ങൾ ആദ്യം അറിഞ്ഞത്. വിനോദ് വിൽക്കാന്നുകൊണ്ടല്ലയോ, വിനോദല്ലയോ വിൽക്കുന്നത്. ഇത് അദ്ദേഹം തന്നെ പോയി എടുത്തേ. ഇവിടെ ഉണ്ട് വിനോദേ. വിനോദിന്റെ സുഹൃത്താണ് ആദ്യം നമ്മളോട് ഈ വിവരം അറിയിച്ചത്. മണപ്പള്ളി ഫ്രണ്ട്സ് ഹോട്ടലാണ് എൻ്റെത്. വിനോദിനെ ആദ്യം വിളിച്ചത് ഞാനാണ്. ആദ്യം വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചില്ല, അനിലണ്ണനാണ് മണപ്പള്ളി അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിനോദ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ അവനോട് ചോദിച്ചില്ല, നിനക്ക് തന്നെ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് അവൻ എന്നെ അടിച്ചതെന്ന് പറഞ്ഞ്. സന്തോഷം, വളരെ സന്തോഷം. അവന് തന്നെ കിട്ടിയ സന്തോഷം എന്ന് വെച്ചാൽ കിലോമീറ്ററുകളോളം നടന്നാണ് ആനടിയിൽ നിന്ന് ഓച്ചിറ, കരുനാഗപ്പള്ളി, ചവറയൊക്കെ നടന്നാണ് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നത്. കടയിൽ വന്ന് 1-2 മണിക്കൂർ വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെയാണ് പോകുന്നത്. അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ സന്തോഷം. അവനെ തന്നെ അടിച്ചതെന്ന് അറിഞ്ഞപ്പം തന്നെ സന്തോഷം. അവന് എല്ലാം ചെയ്തു കൊടുക്കുന്നത്, എന്റെ കുഞ്ഞിന്റെ കുറിയൊക്കെ എടുപ്പിക്കാനാണ് ഇവര് നിൽക്കുന്നത്. വിനോദ് എന്ത് തോന്നുന്നു? ആദ്യം നമ്മളെ വിനോദാണ് ലോട്ടറി അടിച്ചതെന്ന് ആദ്യം കരുതി. എല്ലാരും പറഞ്ഞ എനിക്കാന്ന്. പിന്നെ അതറിയുന്നത് അച്ഛനെടുത്തതാ. എനിക്ക് സുഖമില്ലാതായപ്പോ അച്ഛൻ പോയി എടുത്ത ടിക്കറ്റ്. ഞങ്ങളെല്ലാം വാങ്ങിച്ചോരാ. ഇത് നോക്കിയിരിക്കുവായിരുന്നു. ആയിരുന്നു ടി വിക്കകത്ത് നോക്കിയിരിക്കും. എന്ത് തോന്നുന്നു ഇപ്പൊ 1 നമ്പർ അടിച്ചു എന്ന് പറഞ്ഞു? സന്തോഷം തോന്നുന്നു. ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചോ? ഇല്ല, അച്ഛനോട് ആലോചിച്ചിട്ടേ തീരുമാനിക്കത്തുള്ളൂ. ഇപ്പൊ ഞെട്ടി നിൽക്കുക ആളുകളൊക്കെ. ഈ ഭാഗ്യശാലി തെരഞ്ഞു നടക്കുവായിരുന്നത്. നമ്മൾ അറിഞ്ഞത് വിനോദിനാണ് അടിച്ചതെന്നാണ്. ഭാഗ്യശാലി ശരിക്കും സൈഡിൽ മാറി നിൽക്കുവാണ്. എന്താ ഇനി എന്തൊക്കെയാ തീരുമാനമൊക്കെ ആയോ? പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല. നമുക്ക് ഈ വീടൊന്ന് ശരിയാക്കണം. അതിനാണ് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ വീട് ശരിയാക്കണം. ഇതിനകത്ത് പറയാം മണ്ണൊക്കെ ഇടണം. ഒന്നും കാശില്ലായിരുന്നു. സാധാരണ നമ്മളെ ഈ 1ാം സമ്മാനമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പുറത്ത് പറയാറില്ല പേര്. ഇത് പുറത്ത് പറയാമെന്ന് പറഞ്ഞാല് ശരിക്കും ഞാൻ പറഞ്ഞുതരാം. ഇത് കരുനാഗപ്പള്ളിയിലെ കടയാണെന്ന് പറഞ്ഞപ്പം കരുനാഗപ്പള്ളിയിൽ അറിയാം ഈ ടിക്കറ്റ് പോയ വഴി ഏതാണ്. അപ്പം ഇവനടുത്ത് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇത് കണക്ക് പിന്നെ സുഖമായിട്ട് കിടന്നപ്പം ഞാൻ പോയി ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പം ഞാൻ 3-4 ടിക്കറ്റ് വേറെ കട വിൽക്കാനുള്ള ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഈ നിരത്തിയിട്ടേക്കുന്നത് നോക്കിയപ്പം എനിക്കൊരു നമ്പറുണ്ട്. എനിക്കൊരു പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ ബാക്കി നമ്പർ 2 അവസാനം 2 വരണം. ആ 2 നോക്കിയപ്പോൾ 2 ഉണ്ട്. ഭാഗ്യ നമ്പറിനാണ് അടിച്ചത്. എന്താ 2 എന്തുകൊണ്ടാ ഭാഗ്യ നമ്പർ ആയേ? അത് എൻ്റെ നാളെന്ന് പറയുന്നത് 2 എപ്പോഴും 2 തേടിയാ നടക്കുന്നത്. 2 ഇവിടെ ദിവസേന ഞാൻ ടിക്കറ്റ് എടുക്കുമല്ലോ. അടിക്കത്തില്ല. അന്നത്തെ ഒരുമിച്ച് 1ാം സമ്മാനം അത്ര. അതുകൊണ്ടായിരിക്കും ഇത്രയും ലോട്ടറി ഒന്നും അടിക്കാത്ത. മുമ്പൊക്കെ എനിക്ക് 5000 ഒക്കെ അടിച്ചിട്ടുണ്ട് ഞാൻ എടുക്കുന്നതിന്. പക്ഷേ ഇത് യാദർച്ഛികമായിട്ട് സംഭവിച്ച്. അത് നമ്മളെ നല്ലതാണോ ചീത്തയാണോ? ഇപ്പം ജോലി ഇത് തന്നെ ചെയ്തത്, വേറെ ജോലിയൊന്നുമില്ല. മുമ്പ് പെയിൻ്ററായിരുന്നു. ഞാൻ പെയിൻ്ററായിരുന്നു. ഇനിയിപ്പം കൊറോണ സമയത്ത് ലാട്ടറി തുടങ്ങി. ലാട്ടറിയും കൊണ്ട് നടന്ന് വണ്ടി ഇടിച്ച് തന്നെ എൻ്റെ കാലൊക്കെ ഒടിഞ്ഞ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം വീട്ടിൽ ഇരിപ്പോൾ അവർ രണ്ടുപേരും കച്ചവടം. അവർക്കും നടക്കാൻ വയ്യ. അവരെന്തുപോലെ അവിടെ ഒരു കടയിട്ട് വെച്ചിരിക്കുക തട്ട്. അവിടെ പോയി അവരും ചെയ്യുന്നു.
അനൂപ് അസിത ദേ എന്റെ ഈ അടുത്ത് നിൽക്കുന്നതാണ് ഭാഗ്യശാലി. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ലോട്ടറിക്ക് 1ാം സമ്മാനം കിട്ടുന്ന ഒരു ഭാഗ്യശാലി ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ദേ അരികിലുണ്ട്. എന്തായാലും അർഹതപ്പെട്ട കയ്യിൽ തന്നെയാണ് ആ സമ്മാനം എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്കും വലിയ സന്തോഷമുണ്ട്. ഈ വീടൊക്കെ കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആഗ്രഹം ഈ വീടൊന്ന് ശരിയാക്കിയെടുക്കണം എന്നുള്ളതാണ്. ചെറിയ വീടാണ്, ലോട്ടറി വിൽപ്പന തന്നെയാണ് നടത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ജോലി ചെയ്യുകയായിരുന്നു. എന്തായാലും ചെയ്യുന്ന ജോലിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വലിയൊരു സമ്മാനം, അത് നോക്കി അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വലിയ സമ്മാനം അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സാധാരണഗതിയിൽ ഈ പേര് പുറത്തു പറയാൻ പലരും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. ഒരു പേടിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ നമുക്ക് വിനോദിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ് കാണാൻ കഴിയുന്നത്. വലിയ സന്തോഷത്തിലാണ്, വലിയ ആഹ്ലാദത്തിലാണ് ഈ കുടുംബം ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെയാണ് ആ സമ്മാനം എത്തിയിരിക്കുന്നത് എന്നതിൽ നമ്മളും വലിയ സന്തോഷത്തിലാണ്. യെസ്, എന്തായാലും നിരന്തരം ലോട്ടറി എടുത്തിരുന്നു, ഒന്നും അടിച്ചില്ല. പക്ഷെ അവസാനം അടിച്ചത് 1.5 അടിയായി പോയി. ഒരു ഉഗ്രൻ അടിയാണ് അടിച്ചിരിക്കുന്നത്. അത് ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു കുടുംബത്തിനാണ് ആ ഭാഗ്യം എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് കൈവിറയുണ്ടോ എന്ന് വെച്ചാൽ വിറയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാനങ്ങനെയാണ് ബോധം കെട്ട് വീണത്. അപ്പോൾ എന്തായാലും ഒരു ഉഗ്രൻ വലിയ സന്തോഷമുള്ള ദിവസം, അതും ഇത്തരത്തിൽ ഒരു പാവപ്പെട്ട കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്, ഈ പൊന്നൻചേട്ടൻ, അതെ, പൊന്നൻചേട്ടൻ്റെ കുടുംബത്തിന്, ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ആ ഭാഗ്യം എത്തിയതിൽ ഞങ്ങളേറെ സന്തുഷ്ടരാണ്. ഒപ്പം തന്നെ ആ കാശ് കൃത്യമായി വീട് ആദ്യം ശരിയാക്കണം. പൊന്നൻചേട്ടൻ പറഞ്ഞ ഒരു പാവപ്പെട്ട വീടാണ്, ഈ വീട് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാക്കി ഇനി ജീവിതം കളറാവട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.